എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റാങ്കും അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുമോ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ എത്രാമത്തെ റാങ്കാണ് നിങ്ങൾക്ക് ആ ഒരു കോളേജിലുള്ളത് ഓരോ കോഴ്സിനും അനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ അറിയാം എന്നുള്ള കാര്യം നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എത്രാമത്തെ ഓപ്ഷനാണ് എന്നുള്ളതും അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാണാൻ സാധിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ഏത് കോളേജിൽ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാനായിട്ട് ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും നൽകുകയും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഓരോ കോളേജിലും നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ആ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പോളിടെക്നിക് കോളേജാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലെ ആ ഒരു കോളേജിലെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് കോട്ടയാണ്, അത് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നതാണ് ജനറൽ കാറ്റഗറി. അതുപോലെ തന്നെ ബാക്കിയുള്ള റിസർവേഷൻ വിഭാഗമാണ് ഇതിൽ ബാക്കിയുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ സീറ്റ് ഉണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള, അതായത് നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടയിലെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാം. ജസ്റ്റ് ഇവിടെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടില്ല അതിൻ്റേത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്തൊരു കോളേജിൻ്റെ നോക്കാം. അപ്പോൾ അടുത്ത കോളേജല്ല, ആ ഒരു കോളേജിൽ തന്നെ മറ്റൊരു കോഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ആ ഒരു മറ്റൊരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതായത് മറ്റൊരു കോഴ്സല്ല, ആ ഒരു കോട്ട തന്നെ ജസ്റ്റ് മറ്റൊരു, അതായത് ആ ഒരു കോഴ്സ് തന്നെ മറ്റൊരു കോട്ടയിലേത് നോക്കാം. അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജനറൽ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ, അതായത് ഇത് ഗവൺമെൻറ് വുമൻസ് പോളിടെക്നിക് കോളേജാണ്, അതായത് വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം, അതുപോലെ ആ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് നോക്കാം. അപ്പോൾ അവിടെയുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2663 ഇൻഡെക്സ് മാർക്ക് 8.9250 അവിടുത്തെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു നിർദ്ദേശത്തിൽ ക്ലിക്ക് ചെയ്യുക. അതായത് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ 28-ാം തീയതി വരെയാണ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകർക്ക് ഓൺലൈനായിട്ട് ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും അപേക്ഷകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടത്തുന്നതിനും 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ തിരുത്തലുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നവർ മറ്റ് സംശയ നിവാരണങ്ങൾക്കും ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, IHRD, ക്യാപ്പ്, അതുപോലെ LBS, പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ട്രയൽ റാങ്ക് ലിസ്റ്റ് അന്തിമമല്ലാത്തതിനാൽ അപേക്ഷന് അന്തിമ റാങ്ക് ലിസ്റ്റിലോ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലോ റാങ്ക് പ്രവേശനമോ ഉറപ്പ് നൽകുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിക്കില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 28-ാം തീയതി വരെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.